നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാനിക്കുന്ന ഘട്ടത്തിൽ കന്യാകുമാരിയിൽ ധ്യാനത്തിലിരിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മെയ് 30 മുതൽ ജൂൺ 1 വരെയാണ് വിവേകാനന്ദ പാറയിൽ ധ്യാനത്തിന് ഇരിക്കുന്നത്. ജൂൺ 1-നാണ് അവസാനഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. മോദി മത്സരിക്കുന്ന വാരണാസിയിലും അന്ന് തന്നെയാണ് തെരഞ്ഞെടുപ്പ്. കന്യാകുമാരിയിൽ സ്വാമി വിവേകാനന്ദ ധ്യാനത്തിലിരുന്ന അതേയിടത്ത് തന്നെയാണ് മോദിയും ധ്യാനത്തിന് ഇരിക്കുന്നത്. മെയ് 30 വൈകിട്ട് മുതൽ ജൂൺ 1 വൈകിട്ട് വരെയാകും ധ്യാനം. ഇന്ത്യയുടെ ഏറ്റവും തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശം ഇന്ത്യൻ മഹാസമുദ്രം, ബംഗാൾ ഉൾക്കടൽ, അറബിക്കടൽ എന്നിവയുടെ സംഗമ കേന്ദ്രം കൂടിയാണ് എന്ന് എല്ലാവർക്കും അറിയാം. പ്രധാനമന്ത്രി എത്തുന്ന സാഹചര്യത്തിൽ കനത്ത സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത്. 2000-ഓളം പോലീസുകാരെ കന്യാകുമാരിയിൽ വിന്യസിച്ചിട്ടുണ്ട്. ഡൽഹിയിൽ നിന്ന് SPG സംഘവും എത്തിയിട്ടുണ്ട്. 2019 തെരഞ്ഞെടുപ്പ് കാലത്തും മോദി ഇത്തരത്തിൽ ധ്യാനത്തിൽ ഇരുന്നിരുന്നു. അന്ന് ഉത്തരാഖണ്ഡിലെ കേദാർനാഥ് ഗുഹയിലായിരുന്നു ധ്യാനം. ഏകാന്ത ധ്യാനത്തിന് ശേഷം കേദാർനാഥ് ക്ഷേത്രവും ബദ്രീനാഥും അദ്ദേഹം അന്ന് സന്ദർശിച്ചിരുന്നു. മോദിയുടെ ധ്യാനത്തിനെതിരെ അന്ന് പ്രതിപക്ഷ കക്ഷികൾ പരാതിയുമായി രംഗത്ത് വരികയും ചെയ്തിരുന്നു. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനമാണ് എന്ന് കാണിച്ച് പരാതി നൽകിയിരുന്നുവെങ്കിലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടി സ്വീകരിച്ചിരുന്നില്ല. ഔദ്യോഗിക യാത്രയാണ് എന്ന് അറിയിച്ചതിനാലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേദാർനാഥിലേക്കുള്ള യാത്രയ്ക്ക് അനുമതി നൽകിയത്. മോദിയുടെ പ്രത്യേക താൽപര്യപ്രകാരം ഇവിടെ ഗുഹ നിർമ്മിക്കുകയായിരുന്നു. വെട്ടുകല്ലുകൾ കൊണ്ട് നിർമ്മിച്ച രുദ്രഗുഹയ്ക്ക് 8.5 ലക്ഷം രൂപയാണ് അന്ന് ചെലവായത്. ഇത് നിലവിൽ ടൂറിസ്റ്റ് കേന്ദ്രമായി മാറിയിട്ടുമുണ്ട്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ അത്തരത്തിൽ ഈ കന്യാകുമാരി സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകവും പ്രധാനവും തന്നെയാണ് മോദി എത്തുന്നത്. പ്രധാനമായും തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. മോദി എത്തുമ്പോൾ, ധ്യാനത്തിലേക്ക് എത്തുമ്പോൾ അതേറെ ശ്രദ്ധ ആകർഷിക്കുന്നതും തന്നെയാണ്. കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലും അദ്ദേഹം ഇങ്ങനെ ഒരു കാര്യം ചെയ്തപ്പോൾ അദ്ദേഹത്തിന് വിജയം സംഭവിച്ചു. ധ്യാനത്തിന് പിന്നിൽ അല്ലെങ്കിൽ ആ വിജയത്തിന് പിന്നിൽ അദ്ദേഹം ധ്യാനത്തിന്റെ ശക്തിയും ഉണ്ടായിരുന്നു എന്നടക്കമുള്ള കാര്യങ്ങൾ ഒരു വാർത്തയായി വന്നിരിക്കുകയൊക്കെ ചെയ്തിരുന്നു. എന്തായാലും ഇപ്പോഴും കന്യാകുമാരി അദ്ദേഹം തെരഞ്ഞെടുത്തിരിക്കുകയാണ്. വിവേകാനന്ദന്റെ ധ്യാനത്തിന് അദ്ദേഹം ഉപയോഗിച്ച അതേയിടത്ത് തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും എത്തുന്നത്. വലിയ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ തന്നെ ഒരുക്കിയിരിക്കുകയാണ്. SPG സംഘം കന്യാകുമാരിയിൽ പൂർണ്ണമായും ആ ഒരു സുരക്ഷ ഏറ്റെടുത്തൊരു സാഹചര്യമാണ് നിലവിലുള്ളത്.